കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്തത് നമ്മുടെ കയ്യിലുള്ള ആൽബിനോ കാറ്റ് ഫിഷുകളുടെയും അതുപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെയും വാട്ടർ ചേഞ്ചും പിന്നെ ഗ്രോത്ത് അപ്ഡേറ്റും ആയിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന അവസാനത്തെ 2 ടബിലെ വാട്ടർ ചേഞ്ച് ആണ്. അതായത് നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന 6 ടബുകളിലായിരുന്നു നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും കിടക്കുന്നത്. അവരുടെ വാട്ടർ ചേഞ്ച് ഒക്കെ നമ്മൾ ചെയ്തു, അതുപോലെ ഗ്രോത്ത് അപ്ഡേറ്റ് ചെയ്തു. അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവസാനമായിട്ട് നമ്മൾ ഈ 2 ടബുകളിലേക്ക് വരുന്നത്. ഇതിനകത്ത് കിടക്കുന്നത് ഞാൻ പറഞ്ഞു ആൽബിനോ സക്കർ മൗത്ത് കാറ്റ് ഫിഷുകളാണ്, അല്ലെങ്കിൽ ആൽബിനോ സക്കർ കാറ്റ് ഫിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ ആൽബിനോ പ്ലക്കോ എന്ന് പറയാം. പ്ലക്കോ എന്ന് പറയുമ്പോൾ ശരിക്കും എക്സാക്ട്ലി ഇത് കോമൺ പ്ലക്കോ ആണ്. അപ്പോൾ ആൽബിനോ കോമൺ പ്ലക്കോ എന്നാണ് ശരിക്കും പറയേണ്ടത്. കാരണം പ്ലക്കോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന് കീഴിൽ ഇഷ്ടംപോലെ വെറൈറ്റികൾ വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. വെള്ളമൊക്കെ നല്ല രീതിയിൽ ആൽഗെ അടിച്ച് പച്ച കളറിലാണ് കിടക്കുന്നത്. പച്ച കളറിലായി എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. ആൽഗെ വാട്ടറാണ് ഇവർക്ക് ഏറ്റവും ബെസ്റ്റ്. ഇവരുടെ കളർ നല്ല രീതിയിൽ ഗോൾഡൻ യെല്ലോയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ആൽഗെ വാട്ടർ ആണ് ഏറ്റവും ബെസ്റ്റ്. ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലാണ് വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ കളർ ഒരിക്കലും ഈ ഒരു ഗോൾഡൻ യെല്ലോ, ബ്രൈറ്റ് ഗോൾഡൻ യെല്ലോയിൽ ഒരിക്കലും കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൽഗെ വാട്ടറിൽ തന്നെ വളർത്തണം. ഇതേപോലത്തെ പച്ച കളറുള്ള വെള്ളത്തിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ കിട്ടും. അപ്പോൾ ഈ 2 ടബുകളിലായിട്ട് നമ്മൾ 2 എണ്ണത്തിനെ ഒറ്റയ്ക്കാണ് ഇട്ടിട്ടുള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ വാങ്ങിയ ഒരു പെയറാണ്. അപ്പോൾ നമ്മൾ ചെറിയ സൈസിലാണ് നമ്മൾ വാങ്ങിയത്. അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു 2-2.5 ഇഞ്ച് ഉള്ള ചെറിയ പീസിനെയാണ് നമ്മൾ വാങ്ങിയത്. എന്നിട്ട് നമ്മൾ ഇൻഡോർ ആയിരുന്നു കുറച്ച് നാൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടബുകൾ ഒഴിവായി വന്നപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഓരോന്നിനെയും 2 ടബുകളിലായിട്ട് ഇടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ വാട്ടർ ചേഞ്ചിനായിട്ട് ഹോസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം വലിച്ചു കളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവരെ ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഇതേപോലെ കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ടബിലാണ് നമ്മൾ വളർത്തുന്നത്, അതുകൊണ്ട് തന്നെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ്. വലിയ ടാങ്കുകളിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടും. നമ്മളിവരെ വാങ്ങിയിട്ട് 1 വർഷത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഈ കോമൺ പ്ലക്കോ 2 വെറൈറ്റിയാണ് ഞാൻ പെറ്റ് ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ വളർത്തിയിട്ടുള്ളത് 2 വെറൈറ്റിയാണ്. ഒന്ന് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലൊക്കെ കിടക്കുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ കാണുന്നത് ഈ ഒരു വെറൈറ്റിയാണ്, ആൽബിനോ വെറൈറ്റി. ഇത് ഗോൾഡൻ യെല്ലോ കളറാണ്. സാധാരണ ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള കളറാണ്. നമ്മുടെ കാറ്റ് ഫിഷുകളൊക്കെ അല്ലെങ്കിൽ ജയൻറ്റ് ഗൗരാമിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്യുവർ വൈറ്റ് കളറാണ്. ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. കണ്ണ് നമ്മുടെ ബ്രൈറ്റ് റെഡ് അല്ല, ഡാർക്ക് റെഡാണ്. ശ്രദ്ധിച്ച് നോക്കിയാലാണ് അത് റെഡാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ബ്ലാക്ക് ആണെന്ന് വിചാരിക്കും. ശരിക്കും റെഡ് തന്നെയാണ്, ഡാർക്ക് റെഡാണ്. അതാണ് ഈ ഒരു ആൽബിനോകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അക്വേറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ ഇവരെ വാങ്ങുന്ന സമയത്ത് ബ്ലാക്കിനാണ് പ്രൈസ് കുറവ് വരുന്നത്, ആൽബിനോകൾക്ക് പ്രൈസ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആൽബിനോ ഒരു 3 ഇഞ്ചുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ പീസ് 40 രൂപയ്ക്കാണ് വരുന്നത്. നേരെ ഹാഫ് ആയിരിക്കും ബ്ലാക്കിന് വരുന്നത്, 20 രൂപയ്ക്ക് ആയിരിക്കും സെയിം 3 ഇഞ്ച് സൈസിന് വരുന്നത്. സാധാരണ പല ആൾക്കാരും ഈ മീനിനെ വളർത്താറുള്ളത് അക്വേറിയത്തിനകത്തുള്ള ആൽഗെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് വേസ്റ്റ് കാര്യങ്ങളൊന്നും കഴിക്കില്ല. ആൽഗെ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ അക്വേറിയത്തിലുള്ള ആൽഗെ ചെടികളുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ എന്തെങ്കിലും മീനുകൾ ചത്ത് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കും. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കാവഞ്ചർ ആണ്. സ്കാവഞ്ചിങ് വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യും. അതുപോലെ എന്ത് ഫുഡിൻ്റെ വേസ്റ്റ് ബാക്കിയുണ്ടെങ്കിലും ഇവർ വന്ന് കഴിച്ച് തീർത്തോളും. നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡ് തന്നെയാണ്. നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട്. പിന്നെ ടബിനകത്ത് ആൽഗെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൽഗയും ഈ ഒരു പെല്ലറ്റ് ഫുഡും ആണ് ഇവരുടെ മെയിൻ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. നോൺ വെജ് ഫുഡൊന്നും നമ്മൾ ഫീഡ് ചെയ്യാറില്ല. ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂട്രീഷൻ അടങ്ങുന്ന ഫുഡാണ് വേണ്ടത്. കാരണം ഇവരുടെ ശരീരം എന്ന് പറയുന്നത് ഹെവിലി ആർമേഡ് എന്നാണ് പറയാറുള്ളത്. അതായത് നല്ല രീതിയിൽ ഈ ബോൺസും അതുപോലെ സ്പൈൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതെല്ലാം പ്രോട്ടീനും കാൽഷ്യം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം ഇവർക്ക് കൊടുക്കാനായിട്ട്. ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫീഡ് ചെയ്യണം. സാധാരണ നമ്മളിപ്പോൾ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റും ആൽഗയൊക്കെ കഴിച്ച് അവർ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നോളും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ഗോൾഡൻ യെല്ലോ കളറാണ്, നല്ല ബ്രൈറ്റ് കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി ഷേപ്പ് വെച്ച് എനിക്കിത് ഫീമെയിൽ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ തല കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്തൊരു ബൾജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വയറിൻ്റെ ആ ഒരു ഭാഗത്തൊരു ബൾജ് പോലെ, ഒരു റാ ഷേപ്പ് പോലെ. അത് സാധാരണ ഫീമെയിലുകൾക്കാണ് അങ്ങനെ വരുന്നത്. ബോഡി ഷേപ്പ് വെച്ച് ഫീമെയിൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടെയിലും കൂടി നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ടെയിലിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഒരു മെയിലിൻ്റെ ഇതാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. ഇവരുടെ മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബോഡി ഷേപ്പ് വെച്ചും അതുപോലെ തന്നെ ഇതുപോലെ ടെയിൽ ഫിന്നും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ജനറലായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി ഷേപ്പ് വെച്ച് ഫീമെയിൽ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കണ്ടില്ല, എന്നിട്ട് തല കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ബൾജ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ബൾജ് വരുന്നത് ഫീമെയിലുകൾക്കാണ് പൊതുവേ. അതുപോലെ തന്നെ ടെയിൽ ഫീമെയിലുകൾക്ക് ഒരു പകുതി മുറിഞ്ഞ പോലെയായിരിക്കും. അത് പോയിൻറ്റഡ് ആയിട്ട് നീണ്ട് ഇരിക്കില്ല ഫീമെയിലുകൾക്ക്. അത് മെയിലുകൾക്കാണ് നീണ്ട് പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. ഇതിന് കുറച്ച് നീണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് 100% ഇത് ഫീമെയിലാണോ എന്ന് കൺഫേം ആക്കാനായിട്ട്. ബോഡി ഷേപ്പ് കൊണ്ട് ഓക്കെയാണ്, പക്ഷേ ആ കണ്ടില്ല അതിൻ്റെ ടെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ടെയിൽ പിന്നെ വല്ലാതെ അങ്ങ് പോയിൻറ്റഡ് ആയിട്ട് നിൽക്കില്ല. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ മെയിലുകൾക്കാണ് കുറച്ച് നീണ്ട് പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു ടെയിലിൻ്റെ കാര്യം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ആ ഒരു കണ്ടെയ്നറോട് കൂടി തന്നെ വെള്ളത്തോട് കൂടി നമ്മൾ ഈ ഒരു ടബിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് വെള്ളം ഇപ്പോൾ ഇതിനകത്തുള്ളൂ. ഇനി ബാക്കി നമ്മൾ നെറ്റൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ടബിൽ നിന്ന് വെള്ളം വലിച്ച് കളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ സൈസ് പറയാൻ മറന്നുപോയി. ഏകദേശം ഒരു 6-7 ഇഞ്ച് ആണ് ഇതിൻ്റെ നീളം വരുന്നത്, ഇപ്പോഴത്തെ സൈസ് വരുന്നത്. രണ്ടിനും ഏകദേശം 2 ടബിൽ കിടക്കുന്ന സക്കർ കാറ്റ് ഫിഷുകൾക്കും ഏകദേശം ഒരേ സൈസ് തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ആ ഒരു ടബിലുള്ളതാണ് കുറച്ചും കൂടിയും സൈസ് കൂടിയത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ ഈ ടബിൻ്റെ ഈ സൈഡിൽ കാണുന്നതൊന്നും അഴുക്ക് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അത് ആൽഗയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് പച്ച കളറിലാണ് ഇരിക്കുന്നത്. അത്തരത്തിലുള്ള ആൽഗ ഇവർക്ക് വളരെ സ്യൂട്ടബിൾ ആണ്, ഇവരത് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളത്തിലെ നാച്ചുറലായിട്ട് ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആൽഗ നല്ലതാണ്. പിന്നെ ഇവർക്ക് എയറേഷൻ വേണമെന്നില്ല, വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഇവർക്ക് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റും. എയറേഷൻ കൊടുത്താൽ നല്ലതാണ് വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടബിൽ നിന്നുള്ള ആൽബിനോ സക്കർ കാറ്റ് ഫിഷിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് വലിപ്പം കൂടുതലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേതിനേക്കാളും കുറച്ച് സൈസ് കൂടുതലാണ്. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് സൈസ് കൂടുതൽ ഇതിനാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ വന്നതിന് തല കഴിഞ്ഞ് ഒരു റാ ഷേപ്പായിരുന്നു, വയറിൻ്റെ അവിടെ ഒരു ബൾജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തല കഴിഞ്ഞ് ആ ഒരു ബൾജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കറക്റ്റ് ഇങ്ങനെ ട്രയാങ്കിൾ പോലെയാണ് ഇങ്ങനെ വരുന്നത്, ആംഗുലാർ ഷേപ്പിലാണ് താഴേക്ക് വരുന്നത്. ആ ബൾജ് കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് മെയിലാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ടെയിൽ നോക്കുമ്പോൾ പോയിൻ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നീണ്ട് പോയിൻ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെയിലാകാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മെയിലും ഫീമെയിലും ആണോ എന്ന് കൺഫേം ആക്കാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 മീനുകളെയും പിടിച്ച് നമ്മൾ ഒരു കണ്ടെയ്നറിലോ അക്വേറിയത്തിലോ ഒരുമിച്ച് ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിലും ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ കൊത്തുകൂടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്ന് മറ്റൊന്നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് കൊത്തി ഓടിക്കുന്ന കാണാം. അത് നമ്മൾ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുള്ളതാണ്. 2 മെയിലിനെ ഒരു അക്വേറിയത്തിൽ ഇട്ട സമയത്ത് മെയിലുകൾ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അത് ഭയങ്കര ടെറിട്ടോറിയലാണ് മെയിലുകൾ. അതേസമയം ഫീമെയിലുകൾ അങ്ങനെ വല്ലാതെ ഫൈറ്റ് ചെയ്യാറില്ല. 2 ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും അവർ കുറച്ച് സൈലൻ്റ് ആയിട്ട് കിടക്കും. അതേസമയം മെയിലും ഫീമെയിലും ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് പെയറായിട്ട് നടക്കുന്നത് കാണാം. ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ 2 പേരും കൂടി ഇതുപോലെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കാണാം. അപ്പോൾ നടക്കുമ്പോൾ ഏകദേശം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചൊക്കെ നടക്കുന്നത് കാണാം. അങ്ങനെയും നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പണ്ട് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകൾ അങ്ങനെ ഒരു പെയർ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഏകദേശം മെയിലിനെയും ഫീമെയിലിനെയും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയത്. ഈ ബോഡി ഷേപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ടെയിലിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ഏകദേശം എനിക്ക് ഐഡിയ കിട്ടിയത് പണ്ട് നമ്മുടെ കയ്യിലൊരു പേരുണ്ടായിരുന്നു. അതിനെ പിന്നെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. ഇവർ പിന്നെ പെട്ടെന്നൊന്നും ഗ്രോത്ത് വെക്കുന്ന മീനുകളല്ല, കുറച്ച് സമയം എടുത്ത് ഗ്രോത്ത് വെക്കുന്ന മീനുകളാണ്. ഞാൻ പറഞ്ഞു ഇവരുടെ ബോഡിക്ക് നല്ല രീതിയിൽ കാൽഷ്യവും അതുപോലെ തന്നെ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഇവർ കുറച്ച് ഫാസ്റ്റായിട്ട് വലുതാവുന്നത്, അല്ലെങ്കിൽ സ്ലോ ആയിട്ടാണ് ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്താണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വലിയ ടാങ്കുകളിലിട്ട് വളർത്തിയാൽ മതി. ഇവരെ മാത്രമായിട്ട് സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്ന ടാങ്കുകളിലാണ് ഇവർക്ക് ഗ്രോത്ത് നല്ല ഫാസ്റ്റായിട്ട് കിട്ടുന്നത്, അതായത് ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ മറ്റ് മീനുകളുടെ കൂടിയിട്ട് മിക്സ്ഡ് ആയിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കുറയാനാണ് സാധ്യത. അതിന് പല കാരണങ്ങളുണ്ട്. മറ്റ് മീനുകളുടെ പ്രസൻസ്, അവർ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, പിന്നെ ഇവർക്ക് ഫുഡ് കിട്ടാണ്ടാവുന്നൊരവസ്ഥ, മറ്റ് മീനുകൾ ഫുഡ് കഴിച്ചിട്ട് ഇവർക്ക് ഫുഡ് കിട്ടാതാവുന്നൊരവസ്ഥ. അതുകൊണ്ട് എപ്പോഴും ഇവരെ ഒറ്റയ്ക്കിട്ട് അല്ലെങ്കിൽ ഇവരെ മാത്രം സെപ്പറേറ്റ് ടാങ്കുകളിൽ വളർത്തുകയാണെങ്കിലായിരിക്കും കൂടുതൽ ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടാനായിട്ടുള്ള സാധ്യത. ഈ ആൽബിനോ കോമൺ പ്ലക്കോ മത്സ്യങ്ങളെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. വലിയ സൈസ് 1 ഫീറ്റ് 1.5 അടിയൊക്കെയുള്ള വലിയ സൈസുകൾ നമ്മൾ പല റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിൽ അക്വേറിയങ്ങളിലും പോണ്ടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന കോയി പോണ്ടുകളിലൊക്കെ ഇവരെ ഇടാറുണ്ട്. അതുപോലെ തന്നെ പെറ്റ് ഷോപ്പുകളിലൊക്കെ അത്യാവശ്യം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ആൽബിനോ പ്ലക്കോ. എന്തായാലും 2 ടബുകളിലെയും വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്തു. 2 മീനുകളെയും കുറിച്ച് സംസാരിച്ച് അവരുടെ ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ 2 പേരെയും നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കുക, നെറ്റ് വെച്ച് കവർ ചെയ്യാത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.